ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓറഞ്ച് പീൽ കുക്കിംഗ് സെഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു വെറൈറ്റി ലെമനേഡാണ്. അതിന് വേണ്ടി ഞാനിവിടെ 3 ലെമൺസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്കിൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ലെമണിൻ്റെ സ്കിൻ വെച്ചിട്ടാണ് ലെമനേഡ് ഉണ്ടാക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള ലെമനേഡ്സ് ഉണ്ട്. നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ലെമനേഡ് ഉണ്ട്, അതുപോലെ നാരങ്ങ അങ്ങനെ തന്നെ മിക്സിയിലിട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്ന ലെമനേഡ് ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് ഈ സ്കിന്നിൽ നിന്ന് വരുന്ന ഓയിൽ വെച്ചിട്ടുള്ള ഒരു ലെമനേഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള ഒരു ലെമനേഡാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. 2 ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 നാരങ്ങയുടെ തൊലിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബൾക്കായിട്ടൊരു ലെമനേഡ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 നാരങ്ങയുടെ തൊലി വരെ എടുക്കാം. അപ്പം അതെല്ലാം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സ്കിന്നെല്ലാം ഒരു ബൗളിലിടുക. ഇനി നമ്മൾക്ക് ഈ സ്കിന്നിലേക്ക് അതിൻ്റെ ഒപ്പം പൊടിച്ച പഞ്ചസാര അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. അതൊന്ന് പൊടിക്കുക, മിക്സിയിലൊന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ 3 നാരങ്ങയിലെ തൊലിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പൊടിച്ച പഞ്ചസാര ആകുമ്പോഴാണ് അത് കൂടുതലും ആ തൊലിയുമ്പോൾ പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ഇവിടെ പൊടിക്കുന്നത്. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ തൊലിയുമൊന്നും പിടിക്കണം എന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര പൊടിക്കുന്നത്. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല, കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് അത് പിടിച്ചതിന് ശേഷം നമ്മളത് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ നമ്മളിത് വെക്കാം. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് അടച്ച് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഓയിൽ വരുള്ളൂ. നമുക്ക് 12 മണിക്കൂർ വരെ ഇത് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 12 മണിക്കൂറാണ് ആ നാരങ്ങയുടെ തൊലി അടച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 12 മണിക്കൂറിന് ശേഷം കുറച്ച് വെള്ളം ആദ്യം തിളപ്പിക്കുക. അപ്പോൾ തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നാരങ്ങയുടെ തൊലി എടുക്കുക. അപ്പോൾ നമുക്കതിൽ കാണാം ആ ഓയിലൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു യെല്ലോ കളർ ഓയിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടുവെള്ളത്തിലേക്ക് ഈ തൊലി ഇട്ട് കൊടുക്കുക. ആ ഓയിലിനോടക്കം ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു വെള്ളത്തിൽ അത് കിടക്കണം. ഇപ്പോൾ കുറച്ച് നേരം കിടന്നുകൊണ്ട് കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ ചൂടാറുന്ന വരെ ആ തൊലിയോടെ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഇത് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പകുതി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലെമനേഡ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. വേണമെങ്കിൽ ഇതുപോലെ തന്നെ ബൾക്കായിട്ട് ലെമനേഡ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. പല ടൈപ്പ് ലെമനേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലെമനേഡാണ് നമ്മൾ നാരങ്ങ അങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ചുണ്ടാക്കുന്ന ഒരു ലെമനേഡുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു കനപ്പരസം ഉണ്ടായിരിക്കും. അത്രയും കനപ്പരസം ഇല്ലെങ്കിലും ഒരു ചെറുതായിട്ടൊരു കനപ്പരസം ഈ ഒരു ലെമനേഡിന് ഉണ്ടായിരിക്കും. അതായത് ആ തൊലിയിൽ നിന്ന് വരുന്ന ഓയിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ലെമനേഡ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ചെറിയൊരു കനപ്പരസം ഉണ്ടായിരിക്കും. ബട്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. അടുത്ത വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.